ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ അത്യുത്കൃഷ്ടരാണ്. ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു തന്റെ ഖസീദത്തുൽ ബുർദയിൽ കൂടെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വർണ്ണിച്ച് അവസാനം അവിടുന്ന് പാടി ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഒരു മനുഷ്യനാണ്. ഫമബ്ലഗുൽ ഇൽമി, ബഹുമാനപ്പെട്ടവർ പറയാണ്, എൻ്റെ ഇൽമിന്റെ അങ്ങേയറ്റം എന്നുള്ളത് അന്നഹു ബസൗ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യനാണ് എന്നത് അറിയാത്ത ആരാണുള്ളത്? പിന്നെ എന്താണ് ബഹുമാനപ്പെട്ടവർ എൻ്റെ ഇൽമിന്റെ അങ്ങേയറ്റം എന്ന് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഞാൻ അറിയാൻ തീരുമാനിച്ചപ്പോ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഞാൻ പഠിച്ചപ്പോ എൻ്റെ പഠനത്തിന്റെ അന്ത്യമെന്ന് പറയുന്നത്, എൻ്റെ പഠനത്തിന്റെ അവസാനമെന്ന് പറയുന്നത് അന്നഹു ബശറു ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മനുഷ്യനാണ്. എന്തേ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിക്കുമ്പോ, അവിടത്തെ കുറിച്ച് അറിയുമ്പോ പലപ്പോഴും തോന്നിപ്പോവും ഇതൊരു മനുഷ്യനാണോ എന്ന്. ഒരു മനുഷ്യൻ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെല്ലാം മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളത്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചത് 63 വർഷമാണ്. 40ാമത്തെ വയസ്സിലാണ് അവിടത്തേക്ക് നബുവത്ത് ലഭിച്ചത്. 23 വർഷം കൊണ്ട് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധർമ്മമെന്നറിയാതെ സമൂഹത്തെ, അധർമ്മത്തിൽ കൂടെ മാത്രം ചലിക്കുന്ന സമൂഹത്തെ, പെണ്ണിന്റെയും കള്ളിന്റെയും പിന്നാലെ പോകുന്ന ആറാടുന്ന സമൂഹത്തെ, നീതി എന്താണെന്നറിയാതെ സമൂഹത്തെ, നല്ല ഒരു സമൂഹത്തെ, ഒരു വ്യൂഹത്തെ തങ്ങൾ മുഅ്മിനാക്കി മുസ്ലിമാക്കിയിട്ടുണ്ടെങ്കിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 23 വർഷത്തെ അവിടുത്തെ പ്രവർത്തനം എന്നുള്ളത് ഒരു മനുഷ്യന് ചെയ്തു തീർക്കാൻ കഴിയുന്ന കാര്യമല്ല. സല്ലമ തങ്ങൾ ആംഗ്യം കാണിക്കുമ്പോഴേക്ക് പിളരുകയാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വൃക്ഷത്തെ വിളിക്കുമ്പോ, വൃക്ഷം ഒരു മനുഷ്യൻ വിനയാന്യതനായി നടന്നു വരുന്നത് പോലെ അതിന്റെ വേരുകളോട് കൂടെ നടന്ന് ഇലാ ഹദറത്ത് റസൂലില്ലാഹ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അക്കരയിലുള്ള ഒരു കല്ലിനോട് വരാൻ വേണ്ടി പറയുമ്പോ, ആ വെള്ളത്തിന്റെ മുകളിൽ കൂടെ അതാ നീന്തി ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ വന്ന് നിൽക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിന് വെള്ളമില്ല കുടിക്കാൻ, വുളൂ ചെയ്യാൻ. ആ സമയത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തെ ശറഫാക്കപ്പെട്ട കൈ ഒരു വെള്ളപാത്രത്തിലേക്ക് ഇട്ടപ്പോ അവിടത്തെ കൈവിരലിൽ കൂടെ അതാ ശുദ്ധമായ വെള്ളം ഒഴുകുന്നു. ആയിരക്കണക്കിന് സ്വഹാബത്ത് കുടിക്കുന്നു, ആയിരക്കണക്കിന് സ്വഹാബത്ത് വുളൂ ചെയ്യുന്നു, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു.
വെള്ളം ഇവിടെ ബാക്കിയാണ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ കയ്യിലേക്ക് ചിരൽക്കല്ല് വാരിയെടുത്തപ്പോ അതാ അവിടുന്ന് ആ കല്ലുകൾ തസ്ബീഹ് ചൊല്ലുകയാ. ഇങ്ങനെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അവിടുന്ന് അറിയുമ്പോൾ പലപ്പോഴും തോന്നിപ്പോവും ഇതൊരു മനുഷ്യനാണോ എന്ന്. അവിടെയാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു പറയുന്നത്, എന്റെ വിവരത്തിന്റെ അങ്ങേയറ്റമെന്ന് പറയുന്നത് അന്നഹു ബശറു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മനുഷ്യനാണ്. ഇതങ്ങ് പാടിയപ്പോ ഇതങ്ങ് എഴുതിയപ്പോ ബഹുമാനപ്പെട്ടവർക്ക് പിന്നെ ഒന്നും എഴുതാൻ കഴിയുന്നില്ല, എഴുതാനൊന്നും അറിയുന്നില്ല. ആ സമയത്താണ് ബഹുമാനപ്പെട്ടവരുടെ സവിധത്തിലേക്ക് റഹ്മത്തുൽ ലിൽ ആലമീൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലിക്കൊടുക്കുന്നത്, പറഞ്ഞു കൊടുക്കുന്നത് വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും അത്യുത്കൃഷ്ടരാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യരിൽ ഏറ്റവും അത്യുത്കൃഷ്ടരെന്നല്ല പറഞ്ഞത്, അള്ളാഹുവിന്റെ സൃഷ്ടികളായി എന്തൊക്കെ ഈ ഭൂമി ലോകത്തുണ്ടോ അതിൽ നിന്നൊക്കെ അത്യുത്കൃഷ്ടരാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പലപ്പോഴും നാം അള്ളാഹുവിനോട് അല്ലാഹുമ്മ അസ്അലുക്കൽ ജന്ന, പടച്ചോനെ നീ ഞങ്ങൾക്ക് സ്വർഗം നൽകണേ പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മജ്ലിസിന്റെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് സ്വർഗം നൽകുമാറാവട്ടെ. ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കടക്കാതെ നേരിട്ട് സ്വർഗത്തിലെത്താൻ ഈ മജ്ലിസിന്റെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. എന്നാൽ ആ സ്വർഗത്തെക്കാളും ശ്രേഷ്ഠമാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തെക്കാളും സ്ഥാനമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓർമ്മ വെച്ച കാലം മുതൽ, നിസ്കരിക്കാൻ തുടങ്ങിയ കാലം മുതൽ നാം ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളൊരു വികാരമുണ്ട്. അതേതാണെന്നറിയോ? പരിശുദ്ധമായ കഅബ ശരീഫാണ്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വീട് ബൈത്തുല്ലാഹ് എന്ന പേരിൽ അറിയപ്പെടുന്ന കഅബ ശരീഫ്. ആ കഅബയെക്കാളും അത്യുത്കൃഷ്ടരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും അത്യുത്കൃഷ്ടരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ശ്രേഷ്ഠമായ അമൽ എന്താണ്? അത് മഹബ്ബത്തു റസൂലില്ലാഹ്, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്താണ്. അതുകൊണ്ട് നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹുബ്ബ് വെക്കണം. എങ്ങനെ ഹുബ്ബ് വെക്കണം? മഹാന്മാരായ ആളുകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഫനാഉൽ ഹബീബി ലിൽ മഹ്ബൂബി കമാ ഫീ ലഫ്ളി ഹുബ്ബ്. ഹുബ്ബ് എന്ന പദം പോലെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമുക്ക് മഹബ്ബത്ത് വേണം. ഹുബ്ബ് എന്ന് പറഞ്ഞാൽ സ്നേഹം. വ്യത്യസ്തങ്ങളായ രണ്ടക്ഷരം. അതിൽ ഒന്നാമത്തെ അക്ഷരമാകുന്ന ഹ, അത് വരുന്നത് തൊണ്ടയിൽ നിന്നാണ്, അഥവാ വായിന്റെ അങ്ങേയറ്റത്ത് നിന്ന്. രണ്ടാമത്തെ പദമാകുന്ന ബാ, അത് വരുന്നത് ഇവിടുന്ന് ചുണ്ടിൽ നിന്നാണ്.
വായ കൊണ്ടാണല്ലോ സംസാരിക്കുന്നത്. എന്നാൽ വായുടെ അങ്ങേയറ്റത്ത് നിന്ന് ഒന്നാമത്തെ അക്ഷരം, വായുടെ പുറഭാഗത്ത് നിന്ന് രണ്ട് ചുണ്ടിൽ നിന്ന് രണ്ടാമത്തെ അക്ഷരം ബാദ്. എന്താ ധ്വനി? ഹുബ്ബ് എന്ന് പറയുന്നത് എപ്പോഴും മഹ്ബൂബിലേക്ക്, പ്രിയം വെക്കുന്ന ആളുകളിലേക്ക് ആ പദം പോലെ, അഥവാ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് സ്നേഹമുണ്ടാവുകയും ആ സ്നേഹം തന്റെ ജീവിതത്തിൽ പ്രകടിപ്പിക്കുകയും വേണം. അതാണ്. എനിക്ക് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞങ്ങ് നടക്കലല്ല, സ്നേഹം ഹൃദയത്തിലാണ് എന്ന് പറയലല്ല. സ്നേഹം ഹൃദയത്തിലുണ്ടോ അത് പ്രകടമാവും. സ്നേഹത്തിന്റെ കാര്യം അങ്ങനെയാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ പ്രിയം വെക്കണം. ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ കാണണം. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരന്മാരെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറയുന്നു, തുഅറദു അലയ്യ അഅമാലുകും, നിങ്ങൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ എനിക്ക് വെളിവാക്കപ്പെടുന്നതാണ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ പച്ചക്കുബ്ബയുടെ താഴെ വിശ്രമിക്കുന്നുണ്ടെങ്കിലും ലോകത്തുള്ള സർവ്വ ആളുകളുടെയും പ്രവർത്തനങ്ങൾ, അവിടുത്തെ ഉമ്മത്തിന്റെ പ്രവർത്തനങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ ആ കുബ്ബയുടെ തഹ്തിൽ വെച്ച് കാണുകയാണ്. തുഅറദു അലയ്യ അഅമാലുകും. പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഫസയറല്ലാഹു അമലകും വറസൂലുഹു, നിങ്ങൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു കാണുന്നുണ്ട്, അല്ലാഹു അറിയുന്നുണ്ട്. വറസൂലുഹു, അല്ലാഹുവിന്റെ റസൂലും അറിയുന്നുണ്ട്. അല്ലാഹു അറിയാതെ, അല്ലാഹുവിന്റെ റസൂൽ അറിയാതെ ഒരു പ്രവർത്തനവും ഇവിടുന്ന് നമുക്ക് പ്രവർത്തിക്കാനാവുകയില്ല. അത് പരിശുദ്ധമായ ഖുർആനിന്റെ ആശയമാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. അവിടുന്ന് വീണ്ടും പറയാണ്, ഇൻ വജത്തു ഖൈറാ, നിങ്ങൾ നല്ലത് പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ നേരം വെളുക്കുന്നു, അതാ സുബ്ഹിയുടെ മുന്നേ എഴുന്നേൽക്കുന്നു. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. കിടന്ന കിടപ്പറയിൽ നിന്ന് ഇതും ചൊല്ലി എഴുന്നേൽക്കുമ്പോ മദീനയിൽ വെച്ച് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷിക്കുകയാണ്. വുളൂ ചെയ്ത് വന്ന് തഹജ്ജുദ് നിസ്കരിക്കുന്നത് കാണുമ്പോ ഏത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും മദീനയിൽ നിന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയുന്നുണ്ട്. തങ്ങൾ നോക്കിയിട്ട് അൽഹംദുലില്ലാ പറയുന്നുണ്ട്. അതാ നിസ്കരിക്കുന്നു തഹജ്ജുദ്, അത് കഴിഞ്ഞിട്ട് സുബ്ഹി നിസ്കരിക്കുന്നു, അതാ വീട്ടുകാരെ എഴുന്നേൽപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ഉമ്മയാണോ നാം? എല്ലാ ദിവസവും നമ്മളിലേക്ക് നോക്കുന്നുണ്ട് മുത്തായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറയുന്നുണ്ട് അൽഹംദുലില്ലാ, തങ്ങള് സന്തോഷത്തിലാണ്, തങ്ങള് അൽഹംദുലില്ലാ പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട യുവാക്കള്, നാം ഒന്ന് ആലോചിച്ചു നോക്കൂ. അവിടുന്ന് വീണ്ടും പറയാണ്, വഇൻ വജത്തു ശർറാ, ഞാൻ നിങ്ങളിൽ ശർറ് കാണുന്ന സമയത്ത്, നിങ്ങളിൽ തിന്മ കാണുന്ന സമയത്ത്, നിങ്ങൾ തിന്മ ചെയ്യുന്നത് കാണുമ്പോ നേരം വെളുത്ത് എഴുന്നേൽക്കുന്നില്ല, സുബ്ഹി നിസ്കരിക്കുന്നില്ല, ഈ നിലക്ക് ജീവിക്കുന്നത് കാണുമ്പോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം നാം തെറ്റ് ചെയ്യുന്നത് കാണുമ്പോ, നാം തിന്മ ചെയ്യുന്നത് കാണുമ്പോ, അതാ സമയം കഴിയുന്നു, മഗ്രിബ് നിസ്കരിച്ചിട്ടില്ല, സമയം കഴിയുന്നു, ഇശാ നിസ്കരിച്ചിട്ടില്ല, സുബ്ഹിയാവുന്നു, സുബ്ഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നു. ഇത് കാണുമ്പോ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളിലേക്ക് നോക്കുന്നു. അവിടുത്തെ മനസ്സ് വേദനിപ്പിക്കുന്നു. ഈ ഒരുമിച്ച് കൂടിയ ഓരോരുത്തരും സ്വന്തം ഹൃദയത്തോട് ചോദിച്ചു നോക്കൂ, നാം എത്രയാണ് മുത്തുനബിയെ വേദനിപ്പിച്ചതെന്ന്. എന്നാൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിന്റെ അവസ്ഥ എന്താണ്? മുത്തുനബിയെ വല്ലാതെ പ്രിയം വെച്ച ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് അസുഖം വന്നപ്പോൾ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നു. റഹ്മത്തുൽ ലിൽ ആലമീൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു ചെന്നപ്പോൾ അവിടുന്ന് ഉറക്കിലാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വിളിക്കരുത്, ത്വൽഹയെ വിളിക്കരുത്, ഉറങ്ങിക്കോട്ടെ. കാരണം രോഗിയാണ്. രോഗിക്ക് ഉറക്കം കിട്ടിയാൽ ആ ഉറക്കം അങ്ങനെ നീണ്ടുപോകും. അതേ സമയത്ത് ഉറക്കം തെളിയിച്ചാൽ പിന്നെ ഉറക്കം ലഭിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ത്വൽഹയെ വിളിക്കേണ്ടതില്ല. ത്വൽഹയുടെ ഉറക്കം എപ്പോഴാണോ തെളിയുന്നത് ആ സമയത്ത് എന്നെ വിവരമറിയിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടത്തിൽ ഒരു കാര്യവും കൂടെ പറഞ്ഞു. ഇനി ത്വൽഹ കൂടുതൽ കാലം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഉറക്കം തെളിഞ്ഞാൽ ഉടനെ എന്നെ വിവരമറിയിക്കണമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ് അവിടുന്ന് അതാ മുത്തുനബി അവിടുന്ന് ഇറങ്ങുകയാണ്. ത്വൽഹ റളിയല്ലാഹു അൻഹു ഉറക്കം തെളിയുന്നത് പാതിരാവിലാണ്. പാതിരാവിൽ ഉറക്കം തെളിഞ്ഞു നോക്കുമ്പോ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം അടുത്ത് നിൽക്കുകയാണ്. എപ്പോഴാണോ ഉറക്കം തെളിയുന്നത് ഉടനെ തന്നെ പറയണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നബി തങ്ങളുടെ ആജ്ഞയാണ്, നബി തങ്ങളുടെ കൽപ്പനയാണ്. അതുകൊണ്ട് അവിടത്തെ അറിയിക്കേണ്ടതുണ്ട്. ഉറക്കം തെളിയുന്നത് കാത്തു നിൽക്കുന്നു അവിടത്തെ കുടുംബം. ഉറക്കം തെളിഞ്ഞ ഉടനെ അവിടുന്ന് ത്വൽഹ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിരുന്നു, നിങ്ങളെ അന്വേഷിച്ചിരുന്നു. നിങ്ങൾ ഉറങ്ങുന്നത് കാണുമ്പോൾ അവിടുന്ന് പോയതാണ്. ഉറക്കം തെളിഞ്ഞ ഉടനെ വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കാൻ പോവുകയാണ്. ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ട വേണ്ട, ഒരിക്കലും ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കാൻ പാടില്ല. ആ സമയത്ത് കുടുംബം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇനി നിങ്ങൾ കൂടുതൽ കാലം ഉണ്ടാവുകയില്ലെന്ന്. അതുകൊണ്ട് മുത്തുനബിക്ക് നിങ്ങളെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ബഹുമാനപ്പെട്ട ത്വൽഹ റളിയല്ലാഹു അൻഹു കുടുംബങ്ങളോട് പറഞ്ഞ വാക്ക്, ഈ അർദ്ധരാത്രിയിൽ പാതിരാവിൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെങ്ങാനും എന്നെ കാണാൻ ഇവിടത്തേക്ക് വരുന്ന സമയത്ത് അവിടത്തെ കാലിൽ കൽവല്ല മുള്ളും തറച്ചാൽ
അവിടുത്തെ ആരെങ്കിലും പരിക്കേൽപ്പിച്ചാൽ, അവിടുത്തെ ആരെങ്കിലും പ്രയാസപ്പെടുത്തിയാൽ അത് ത്വൽഹക്ക് സഹിക്കൂല. അതുകൊണ്ട് ഞാൻ മരിച്ചാലും ശരി, ഈ പാതിരാവിൽ റഹ്മത്തുൽ ലിൽ ആലമീനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങോട്ട് വരുന്നത് എനിക്ക് സഹിക്കൂല. അതുകൊണ്ട് നിങ്ങൾ വിളിക്കാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട ത്വൽഹ റളിയല്ലാഹു അൻഹു പറയുകയാണ്. നമ്മളൊക്കെയാണെങ്കിൽ ഇതാണ് സ്നേഹം എന്ന് പറയുന്നത്. നാം ആരെയാണോ സ്നേഹിക്കുന്നത്, ആ സ്നേഹിക്കപ്പെടുന്ന ആളുകൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നത് പോലും അവരിഷ്ടപ്പെടൂല. എന്നാൽ നമ്മൾ എത്രയാ വേദനിപ്പിക്കുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. ഒരൊറ്റ ദിവസം നമ്മുടെ നിസ്കാരം സുബഹി നാം അങ്ങ് ഉറങ്ങുമ്പോഴേക്കും മുത്തുനബി അവിടെ നിന്ന് വേദനിക്കുകയല്ലേ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെക്കേണ്ടതുപോലെ പ്രിയം വെക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം ഒപ്പിയെടുക്കുക. അവിടുത്തെ മനസ്സിന് എന്തൊരു വിശാലമായിരുന്നു. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, അലം നശ്റഹ് ലക സദ്റക, തങ്ങളുടെ ഹൃദയം നാം വിശാലമാക്കി തന്നില്ലയോ നബിയേ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് ഒരു യുദ്ധം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരു ശത്രുവിനെ പിടികൂടുകയാണ്. ഒരുപാട് സ്വഹാബത്തിനെ വധിച്ചതായ മനുഷ്യനാണ്. ആ മനുഷ്യനെ പിടികൂടി സന്തോഷത്തോടുകൂടെ മദീന പള്ളിയിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മനുഷ്യനെ ഇപ്പം കൊന്നുകളയാൻ ഓർഡറിടും എന്നാണ് സ്വഹാബത്ത് കരുതിയത്. കാരണം തന്റെ സ്വഹാബത്തിന്റെ ഒരുപാട് കുടുംബങ്ങളെ ഈ മനുഷ്യൻ കൊന്നുകളഞ്ഞിട്ടുണ്ട്. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യന്റെ പേര് വിളിക്കുന്നു, ചോദിക്കുന്നു, നീ മുസ്ലിമാവുന്നുണ്ടോ എന്ന്. ഇല്ല എന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയാണ്, സ്വഹാബ, ഈ മനുഷ്യന് വെള്ളം കൊടുക്കൂ, ഈ മനുഷ്യന് ഭക്ഷണം കൊടുക്കൂ, ഈ മനുഷ്യന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഈ തൂണിന് ബന്ധിപ്പിക്കേണ്ടതുണ്ട്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ്. അവസാനം മദീന പള്ളിയുടെ തൂണിന് ബന്ധിക്കുകയാണ്. പിറ്റേ ദിവസം ആ തൂണിന്റെ അടുക്കൽ, ആ വ്യക്തിയുടെ അടുക്കൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നുകൊണ്ട് ചോദിക്കുന്നു, നീ ഇസ്ലാമിലേക്ക് വരുന്നുണ്ടോ? ആ മനുഷ്യൻ പറയുന്നു, ഇല്ല, ഒരിക്കലും ഞാൻ ഇസ്ലാമിലേക്ക് വരികയില്ല, ഞാൻ മുസ്ലിമാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിലേക്ക് നോക്കുന്നു, സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബ, കെട്ടയിക്കണം, കെട്ടയിക്കണം. സ്വഹാബത്തിന് കഴിയുന്നില്ല, സഹിക്കാനാവുന്നില്ല. എന്റെ എത്ര കുടുംബത്തെയാണ് ഈ മനുഷ്യൻ കൊന്നുകളഞ്ഞത്, നമ്മുടെ ആരെയൊക്കെയാണ് ഈ മനുഷ്യൻ കൊന്നുകളഞ്ഞത്. ഈ മനുഷ്യനെ കെട്ടയിച്ചു വിടാനോ? ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, കെട്ടയിക്കണമെന്ന് മാത്രമല്ല, വെള്ളം കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം. ഈ മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊള്ളട്ടെ. ശേഷം പിന്നെയും നിങ്ങൾ ഈ തൂണിന് വന്ന് കെട്ടിയിടേണ്ടതുണ്ട്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക് സ്വഹാബത്ത് സ്വീകരിക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂന്നാമത്തെ ദിവസം വന്നുകൊണ്ട് ചോദിക്കുന്നു, നീ മുസ്ലിമാവുന്നുണ്ടോ? ഇല്ലെന്ന് പറയുമ്പോ
ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, കെട്ടയിച്ച് മാറ്റുക, അദ്ദേഹം പോയിക്കൊള്ളട്ടെ. ആ സമയത്ത് സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, തങ്ങൾ എന്താണ് പറയുന്നത്? ഇത്രയും വലിയ ശത്രുവിനെ വെറുതെ വിടാനാണോ തങ്ങൾ പറയുന്നത്? ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സ്വഹാബാ, നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തു, നമ്മുടെ കടമ നമ്മൾ നിർവഹിച്ചു, ഇനി നമുക്കൊന്നും ചെയ്യാനില്ല. ആ മനുഷ്യന്റെ കെട്ടഴിച്ചു വിടുക. കെട്ടഴിച്ചു. ആ മനുഷ്യൻ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശാലമായ മനസ്സ് ഇസ്ലാം വളർത്തിയത് ഒരിക്കലും ഭീകരവാദം കൊണ്ടല്ല, തീവ്രവാദം കൊണ്ടല്ല, മറിച്ച് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശാലമായ ഹൃദയം കൊണ്ടാണ്, അവിടത്തെ വിട്ടുവീഴ്ച കൊണ്ടാണ്. പരിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, തങ്ങളുടെ സ്വഭാവം ഒരു പരുക്ക സ്വഭാവമായിരുന്നുവെങ്കിൽ തങ്ങളോടൊപ്പം ജനം ഉണ്ടാവുമായിരുന്നില്ല. ദേഷ്യം പിടിക്കേണ്ട സ്ഥലത്ത് തന്നെ സഹനത്തോടുകൂടെ നേരിടുന്ന രീതിയായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിരുന്നത്. ആ മനുഷ്യൻ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്നു, പോയി വൃത്തിയായി കുളിക്കുന്നു. അങ്ങനെ ശുദ്ധിയായതിന് ശേഷം തിരിച്ചു പോകുന്നതിന് പകരം നേരെ പള്ളിയിലേക്ക് വരുന്നു. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാൽക്കീയിൽ വീഴുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ കഠിന ഹൃദയമുള്ള ധിക്കാരിയായ മനുഷ്യൻ, ശത്രുവായ മനുഷ്യൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം കണ്ടിട്ട് നബി തങ്ങളിലേക്ക് ആകൃഷ്ടമാവുകയാണ്, ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. എത്ര ആളുകളാണ് ഇതുപോലെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടെ കൂടിയത്? അതിന്റെ കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവമാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് അത് 8 മുഴം നീളമാണ്, 10 മുഴം വീതിയാണ്. ആ വീടിന്റെ ഉള്ളിൽ താമസിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തെ കുറിച്ച് ഹദീസിൽ കാണാം. തുടർച്ചയായി 2 ദിവസം അവിടുന്ന് അരിഭക്ഷണം കഴിച്ചിട്ടില്ല. എങ്കിലും അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യമാർ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ വർണ്ണിക്കുകയാണ്. മുത്തുനബിയുടെ സ്വഭാവത്തെ കുറിച്ച് വല്ലാതെ പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ ശേഷം വന്നുകൊണ്ട് ചോദിക്കുന്നു, ആയിഷ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം എങ്ങനെയാണ്? അവിടുന്ന് പറയുന്നു, ഖുലുഖുൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം ഖുർആനാണ്. ഖുർആനിൽ നബി തങ്ങളെ കുറിച്ച് പറഞ്ഞത് വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, വണ്ണമായ സ്വഭാവത്തിന്റെ ഉടമയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി എങ്ങനെ പറയാതിരിക്കും?
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാവുന്ന ഭർത്താവിൽ നിന്ന് ബഹുമഹതിയായ ആയിഷ റളിയല്ലാഹു അൻഹാ അതേ അവിടുത്തെ സ്വഭാവം കാണേണ്ടതുപോലെ കണ്ടിട്ടുണ്ട്. ആ ആയിഷ റളിയല്ലാഹു അൻഹ എങ്ങനെ പുകഴ്ത്താതിരിക്കും? ഒരു ദിവസം വീട്ടിലേക്ക് കടന്നു വരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, ആയിഷ കഴിക്കാൻ വല്ലതുമുണ്ടോ? നബിയേ ഒന്നുമില്ല. കറിയുണ്ടോ എന്ന് ചോദിക്കുമ്പോ സുർക്കയുണ്ടെന്ന് പറയുന്നു. നമുക്കൊക്കെ കറിക്ക് സുർക്ക തന്നാൽ എങ്ങനെ ഉണ്ടാവും? ഭക്ഷണത്തിന്റെ കൂടെ കറിക്ക് പകരമായി സുർക്ക തന്നാൽ നമ്മുടെ മുഖം എന്തായിരിക്കും? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി, സുർക്ക എത്ര നല്ല കറിയാണ്. കറി നന്നായുണ്ടല്ല, മറിച്ച് ആയിഷ ബീവിയുടെ അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യയുടെ മനസ്സ് സന്തോഷിപ്പിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യമാരോടുള്ള പെരുമാറ്റമാണ്. എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. രാജ്യത്തിന്റെ രാജാവാണ്, പറഞ്ഞല്ലോ 23 കൊല്ലത്തെ അവിടുത്തെ പ്രവർത്തനങ്ങൾ. അതിനിടയിൽ വീട്ടിലുള്ള പാത്രം കഴുകി വെക്കാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമയമുണ്ടായിരുന്നു. അവിടുത്തെ ആടിനെ കറക്കാൻ സമയമുണ്ടായിരുന്നു. അവിടുത്തെ ചെരുപ്പ് തുന്നാൻ തങ്ങൾക്ക് സമയമുണ്ടായിരുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തിൽ നിന്ന് അല്പമെങ്കിലും അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. ഹർസിൽ പോയി വന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലൗഹുൽ മഹ്ഫൂദിൽ പോയി വന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിനെ കണ്ട് തിരിച്ചു വന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലെത്തിയാൽ ഭാര്യയുടെ മുന്നിൽ ഏറ്റവും നല്ല ഉത്കൃഷ്ട സ്വഭാവത്തോടു കൂടിയുള്ള ഭർത്താവായി തന്റെ ഭാര്യയുടെ കൂടെ കൂടുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അവിടുന്ന് മക്കളോടുള്ള രീതി എന്താണ്? ഒരു സഹാബി ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് വന്നപ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 കൈമുട്ടുകൾ നിലത്ത് വെച്ചുകൊണ്ട് കിടക്കുകയാണ്. പേരക്കുട്ടികൾ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുറത്ത് കയറുകയാണ്. ആ സമയത്ത് സഹാബി പറയുകയാണ്, നിഅമൽ മർകബു ഹാദാ, ഇതെന്തൊരു വാഹനമാണ്, എന്തൊരു വാഹനമാണ്. കുട്ടികളുടെ വാഹനം നല്ലൊരു വാഹനം തന്നെയാണ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പേരക്കുട്ടികളോട് കൂടെ കളിക്കുകയാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിൽ ഇമാം നിന്നു. പല ഭാഗത്തു നിന്നും സ്വഹാബത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നല്ല ശബ്ദമാധുര്യമുള്ള ഓത്ത് കേൾക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. പെട്ടെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരം ഓത്തു ചുരുക്കുന്നു, പെട്ടെന്ന് നിസ്കരിക്കുന്നു. നിസ്കാരം കഴിഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ എന്താണ് പെട്ടെന്ന് നിസ്കാരം കഴിച്ചത്? അവിടുന്ന് പറയാണ്, ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ടുവല്ലോ, അതുകൊണ്ട് ചുരുക്കിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് പ്രസവിക്കപ്പെട്ടാൽ ആ കുട്ടിയെ അടുത്ത് വരും ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരക്ക വായിലിട്ട് ചവച്ചിട്ട് അതിന്റെ ഉമിനീരെടുത്ത് കുട്ടിയുടെ വായിൽ വെച്ചു കൊടുക്കും. അതിനു വേണ്ടി ആ കാലഘട്ടത്തിൽ സ്വഹാബത്ത് പ്രസവിക്കപ്പെട്ട കുട്ടിയെയുമായി
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മടിയിൽ വെച്ചപ്പോ സുബ്ഹാനല്ലാഹ് തന്റെ ജീവിതത്തിൽ 6ഓളം കുട്ടികൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മടിയിൽ മൂത്രമൊഴിച്ചിട്ടുണ്ട്. ഒരിക്കൽ പോലും അവിടുന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം കറുത്തിട്ടില്ല. സ്വഭാവമാണ്. നമ്മളൊക്കെ ആണെങ്കിലോ സുബ്ഹാനല്ലാഹ്, നമ്മൾ ജനങ്ങളുടെ ഇടയിലാണെങ്കിൽ നമ്മളെ തന്നെ ചെറിയ കുട്ടികൾ വന്നാൽ നമ്മൾ തട്ടിമാറ്റും ചെറിയ കുട്ടികളെ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിൽ മിമ്പറിന്റെ മുകളിൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോ അതാ അവിടുത്തെ പ്രിയപ്പെട്ട പേരക്കുട്ടി കടന്നു വരുന്നു. വലിയ വസ്ത്രമാണ്, ആ വസ്ത്രത്തിൽ കുടുങ്ങി നടക്കാൻ കഴിയുന്നില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പറിന്റെ മുകളിൽ നിന്ന് നേരെ വന്നിട്ട് കുട്ടിയെ എടുത്തുകൊണ്ടുവരികയാണ്. വീണു പോകുമെന്നുള്ള പേടിയാ. ഈ ഒരു സ്വഭാവമാണ് മക്കളോട് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെയും ഹീബത്ത് പറഞ്ഞിട്ടില്ല, ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല, ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ല.